ഓക്കെ, ഗോഡ്സില എക്സ് കോങ് ന്യൂ എംപയർ ഈ സിനിമ ഞാൻ കണ്ട്. സിനിമയെ കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ് ഈ വീഡിയോയിൽ. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് കോങ് വേഴ്സസ് ഗോഡ്സില എന്ന് പറഞ്ഞ ആ സിനിമേൻ്റെ അത്ര ഈ സിനിമ അങ്ങോട്ട് വലിയ ലൈക്കൊന്നും ആയില്ല. പിന്നെന്താ വെച്ചാൽ ഞാൻ കണ്ട സിറ്റുവേഷൻ അങ്ങനെ ആയിട്ടായിരിക്കും. കാരണം ഞാൻ ഒന്നാമത് ലേറ്റ് ആയിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഒരു സ്പോയിലറൊക്കെ ഇന്റർനെറ്റിൽ സ്പ്രെഡ് ആയിക്കുന്നു. പോരാത്തതിന് WB തന്നെ വലിയ വലിയ സ്പോയിലറൊക്കെ എടുത്ത് ഇന്റർനെറ്റിൽ യൂട്യൂബിൽ തന്നെ വിട്ടിട്ടുണ്ട്. മെയിൻ സീനൊക്കെ, സിനിമയിലെ പ്രധാനപ്പെട്ട സീക്വൻസ് ഒക്കെ WB തന്നെ ഓരോ യൂട്യൂബ് ചാനലിൽ കൂടെ എടുത്ത് സ്പ്രെഡ് ചെയ്യേണ്ടിയിരുന്നു. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ സിനിമേന്റെ ഒരു ഇത് കുറച്ചത്, ഒരു പവർ കുറച്ചത്. പിന്നെ റോങ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ആ സിനിമ തിയേറ്ററിലെ ഒരു സൗണ്ട് ഒന്നും പോരായിരുന്നു. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ ആ സിനിമേന്റെ ഒരു പവർ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പേഴ്സണലി എനിക്ക് ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മോൺസ്റ്റേഴ്സ് മൂവീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോഴും ആ കോങ് വേഴ്സസ് ഗോഡ്സില. ആ പടം കിണ്ണം പടമാണ്. ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവർക്കറിയാം, ഭയങ്കര രസമുള്ള പടം. എനിക്ക് ചിലപ്പോൾ അതിനേക്കാളും ഇഷ്ടപ്പെട്ടവരുണ്ടാവും. കാരണം ഇത് എനിക്ക് കാണുമ്പോൾ ഒരു കമേഴ്ഷ്യൽ എലമെന്റ്സ് ആവശ്യമുള്ളതൊക്കെ ഉള്ള മാതിരിയാണ് തോന്നി. പക്ഷെ എനിക്ക് പേഴ്സണലി കോങ് വേഴ്സസ് ഗോഡ്സില ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലെ വില്ലന്മാരായിട്ട് വരുന്ന വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, സ്കാർക്കിങ് വില്ലനാണ്. സ്കാർക്കിങ്ങിന്റെ ക്യാരക്ടർ എനിക്ക് വലിയ ബലമായിട്ട് തോന്നിയില്ല. അതേപോലെ തന്നെ ബലമായിട്ട് തോന്നിയില്ല എന്നല്ല, നല്ല രസമുണ്ടായിരുന്നു ആ എൻട്രിയും കാര്യങ്ങളൊക്കെ. പിന്നെ സ്കാർക്കിങ്ങിന്റെ കീഴിൽ KGF പോലെ കുറെ കുരങ്ങന്മാര് പണിയെടുക്കുന്നുണ്ട്. അത് എന്തോ കല്ലൊക്കെ പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് സ്കാർക്കിങ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നുള്ള ഒരു വ്യക്തമായ റീസൺ കിട്ടിയില്ല. അത് കാണുമ്പോൾ മറ്റേ കോങ് വന്ന ആ സീനിൽ മറ്റേ കുരങ്ങന്മാരെ കടിക്കുന്ന കാണുമ്പോൾ എനിക്ക് കറക്റ്റ് ഒരു KGF വൈബ് അടിച്ച്. പിന്നെ പോരാത്തതിന് ഷീമോ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര സംഭവമാക്കി. ഷീമോനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പണ്ട് ഐസ് ഏജ് കിക്ക് ഓഫ് ചെയ്ത ഒരു വലിയ ടൈറ്റൻ ആണ്, ഭയങ്കര സീനാണ്, കുടുങ്ങിയ വിഷയമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷീമോൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഷീമോന്റെ ക്യാരക്ടർ ലാസ്റ്റിലേക്ക് നോക്കുമ്പോൾ കോങ്ങിന്റെ അടുത്ത് ഒരു പെറ്റ് ഡോഗിനെ പോലെയാണ് നിൽക്കുന്നത്. കോങ്ങിന്റെ അടുത്ത് അതൊന്നും എനിക്ക് വലിയ ആ ക്യാരക്ടറിന് ഒരു ക്യാരക്ടർ ഇല്ലാത്ത പോലെ, ഒരു പെറ്റ് ഡോഗ്, ഒരു വളർത്തുനായനെ മാതിരി വലിയ ക്യാരക്ടർ ഇല്ലാത്ത പോലെ. ഇപ്പൊ ലൈക്ക് ഗോഡ്സിലേക്കും കോങ്ങിനൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷെ ആ ഒരു ഷീമോ എന്ന് പറയുന്ന ടൈറ്റന് തീരെ ക്യാരക്ടർ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതൊക്കെ ഒന്ന് കുറച്ച് മാറ്റി പിടിക്കുന്നു. ഷീമോ എന്ന് പറയുന്ന അത് ഒരു ഒറിജിനൽ ക്യാരക്ടറാണ്, ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ അതൊന്ന് മാറ്റി പിടിക്കുന്നു. ആ ഒരു ക്യാരക്ടറിന് കൊടുത്ത ഒരു ബിൽഡപ്പ് എനിക്ക് വലുതായിട്ട് വർക്കായില്ല. പിന്നെ സൂക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ, കോങ്ങിന്റെ പുതിയ ഒരു മകനെ പോലെ വരുന്ന ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടർ കുഴപ്പമില്ല, സ്വന്തം മോനല്ലെങ്കിലും ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് കോങ്ങിന്റെ കൂടെയുള്ള ആ ഒരു സീൻസ് ഒക്കെ ഇല്ലേ, കോങ്ങും ആ സൂക്കോ പോയിങ് നമ്മളുള്ള ഒരു കെമിസ്ട്രി ഒക്കെ എനിക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു. നല്ലൊരു ക്യാരക്ടർ കഴിഞ്ഞു. പിന്നെ മോത്ര തിരിച്ചു വരുന്നുണ്ട് ആഫ്റ്റർ ദ കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ്. ആ സിനിമയിന് ശേഷം ഗോഡ്സിലേന്റെ കൂടെ മോത്ര എന്ന് പറഞ്ഞ ഗോൾഡൻ ആ ഒരു ഇവല്യൂഷൻ ഒക്കെ എടുത്തിട്ടാണ് മോത്ര തിരിച്ചു വരുന്നത്. മോത്ര എന്ന് പറഞ്ഞ ടൈറ്റനും വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ റോളൊന്നുമില്ല. വന്നൊന്ന് ഗോഡ്സിലേനെ സമാധാനപ്പെടുത്തുന്ന അങ്ങനത്തെ റോളേ ഉള്ളൂ. എന്തായാലും മോത്രയുടെ ക്യാരക്ടറും വലിയ കുഴപ്പമില്ലാത്ത ക്യാരക്ടർ. പ്രീവിയസ് മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ കുറച്ചുകൂടെ ആ ഒരു ഹാലോ എർത്ത് ആ സംഭവങ്ങളൊക്കെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഗോഡ്സിലേന്റെ ക്യാരക്ടറിന് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ മാതിരിയാണ്. മെയിൻലി എനിക്ക് തോന്നുന്നു ഈ സിനിമ കോങ് ഫോക്കസ്ഡ് ആണ്. ആൻഡ് ആ ഒരു ഗോഡ്സിലെയും വേറെ ടൈറ്റൻസും തമ്മിലുള്ള ഫൈറ്റ്സ്, സ്കില്ല, അതുപോലെ തന്നെ ടിയാമറ്റ്, അങ്ങനത്തെ ടൈറ്റൻസ് തമ്മിലുള്ള ഫൈറ്റ് ഒന്നും എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. ഒക്കെ വേഗം കഴിഞ്ഞു. എസ്പെഷ്യലി മറ്റേ ടിയാമറ്റ് എന്നുള്ള ആ ഒരു ടൈറ്റന്റെ കൂടെയുള്ള ഫൈറ്റ് ഒക്കെ കുറച്ച് എലോബറേറ്റ് ചെയ്ത് കാണിക്കുന്നു. ടിയാമറ്റ് ഒക്കെ ഭയങ്കര പവർഫുൾ ടൈറ്റൻ ആണ്. ആ ടൈറ്റനൊക്കെ ഗോഡ്സില ഒന്ന് ഒരു അറ്റോമിക് ഇതൊക്കെ വിട്ടിട്ട് വേഗം തീർത്ത് കളഞ്ഞ് കടലിനകത്ത് വെച്ച് തീർത്ത മാതിരി കാണിച്ചളഞ്ഞ് ആ ടിയാമറ്റിനെ തീർത്തിട്ടാണ് ഗോഡ്സില ആ ഒരു ഇവല്യൂഷൻ എടുക്കുന്നത്, ആ പിങ്ക് കളറിലേക്ക് മാറുന്നൊക്കെ. പക്ഷെ അത്രയും വലിയ ആ ഒരു പവർഫുൾ ടൈറ്റനൊക്കെ വേഗം ഡിഫീറ്റ് ചെയ്യുന്ന കാണിച്ച മാതിരി ഭയങ്കര അൺഫെയർ ആയിരുന്നു. ആ ഫൈറ്റ് ഒക്കെ വേഗം കഴിഞ്ഞു പോയി. അത് എനിക്ക് കുറച്ചൊന്ന് സഹിക്കാത്ത പോലെ ഉണ്ട്. ഹ്യൂമൻ ക്യാരക്ടേഴ്സിന് ഈ സിനിമയിൽ വലിയ ഡെപ്ത് ഇല്ല. അതായത് കമ്പയർ ടു പ്രീവിയസ് മോൺസ്റ്റേഴ്സിലെ പടങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഹ്യൂമൻ ക്യാരക്ടേഴ്സിന് ഇതിൽ ഭയങ്കര ഡെപ്ത് കുറവാണ്. കോങ് വേഴ്സസ് ഗോഡ്സിലയിൽ ഉണ്ടായ ഹ്യൂമൻ ക്യാരക്ടേഴ്സിന്റെ ആ ഡെപ്ത് പോലും ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെന്താ വെച്ചാൽ ഈ സിനിമ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ നല്ല വിഷ്വലി അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ടുള്ള തിയേറ്റർ ചൂസ് ചെയ്ത നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഫൺ വെച്ചാണ്, വലിയ ഇതാക്കാനൊന്നുമില്ല. എനിക്കിപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള മോൺസ്റ്റേഴ്സ് മൂവീസ് ഏർക്കാന്ന് വെച്ചാൽ കിങ് ഓഫ് ദ മോൺസ്റ്ററും അതുപോലെ തന്നെ കോങ് വേഴ്സസ് ഗോഡ്സിലയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഇപ്പോഴും എനിക്ക് എല്ലാവരും ആഘോഷിക്കുന്ന പോലെ ഗോഡ്സില എക്സ് കോങ് ന്യൂ എംപയർ അത്ര അങ്ങോട്ട് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടോട്ടെ. പക്ഷെ മോശം സിനിമയല്ല, കണ്ടിരിക്കുക. അത്യാവശ്യം നല്ല രസമുള്ള ഫൺ ടു വാച്ച് മൂവിയാണ്. എനിക്ക് ആ ഒരു അഭിപ്രായം ഉണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. താങ്ക് യു.